ഹലോ മമ്മി ഡയറക്ടഡ് ബൈ വൈശാഖ്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമ തന്നെയാണ് ഹലോ മമ്മി എന്ന് പറഞ്ഞ്. ഒന്നാമത് തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഈ ഒരു പടം കാണാൻ പോയത്. പക്ഷെ നല്ലൊരു സിനിമ ആണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഇതൊരു ഗംഭീര പടമോ ഗംഭീര വർക്കോ അല്ല. ഇതൊരു നോർമൽ പടമാണ്. അതായത് ഇതൊരു സാധാരണ വലിയ ബഡ്ജറ്റ് വെച്ചിട്ട് ഒന്നല്ല ഇവർ ഈ പടം എടുത്തിട്ടുള്ളത്. ഒരു സാധാരണ ഒരു മൂവി, പക്ഷെ നമ്മൾ ചില സംഭവങ്ങൾ ഉണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഫീൽ ഈ സിനിമക്ക് കിട്ടും. പക്ഷെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇമോഷൻസ് ഇവർ വിചാരിച്ചത്ര വലിച്ചിട്ടില്ല. കാരണം നമുക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഇതിന്റെ ഒരു പ്രായതുണ്ട്. ഐശ്വര്യലക്ഷ്മിന്റെ അമ്മയാണ് ഇതിൽ പ്രായമായിട്ടുള്ളത്. എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും. അപ്പൊ ഈ ഈ അമ്മ പ്രായമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവർ വിചാരിച്ച അത്ര ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇവർ ഇത് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടില്ല. അങ്ങനെ കണ്ണി വെള്ളം നിറഞ്ഞു പോകണം അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ എത്തിയിട്ടില്ല. പിന്നെ ഐശ്വര്യലക്ഷ്മിന്റെ ഇതിത്തെ പെർഫോമൻസ്, ഐശ്വര്യലക്ഷ്മി നല്ല അഭിനയക്കാരാണ്, നടിയാണ്. പക്ഷെ ഇതിന് കുഴപ്പമില്ല എന്നുള്ളത് പറയാനുള്ളൂ. ഇത് തീർത്തും എനിക്ക് തോന്നുന്നത് ഇത് ഷറഫുദ്ദീൻ മൂവിയാണ് ഇത്. കാരണം ഷറഫുദ്ദീൻ ഇതിൽ പൊതുവെ ഇങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് കോമഡീസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. അത് വെറുതെ ചളി മാറ്റി അറിയണ പോലത്തെ കോമഡികളല്ല. പക്ഷെ നമുക്ക് ചിരി വരും, നമുക്കിങ്ങനെ നമ്മളിതിങ്ങനെ ഒന്നാമത് പെട്ടെന്നാണ് ഇതിന്റെ കോമഡീസ് വരുന്നത്. പിന്നെ ഷറഫുദ്ദീൻ മെല്ലനെ കോമഡി പറഞ്ഞു പോണൊക്കെ ഒരു സംഭവം. അതിലൊക്കെ ഷറഫുദ്ദീനൊക്കെ കിഡുവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോമഡിയും ഇവിടെ സീരിയസ് ആവേണ്ട സമയത്ത് ഷറഫുദ്ദീനും അറിയാലോ. ഷറഫുദ്ദീനും മറ്റേ ഭരത്തിന്റെ സിനിമയിലൊക്കെ സീരിയസ് കഥാപാത്രം എവിടെ കൊണ്ടെത്തിച്ചെന്നുള്ളതൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഷറഫുദ്ദീൻ ഈ ഒരു സിനിമയിലും ഈ സിനിമ ഒരു സമയം കഴിയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ സീരിയസ് ആയിട്ട് വരുന്ന സമയത്തൊക്കെ ഷറഫുദ്ദീന്റെ പെർഫോമൻസ് ഒക്കെ നല്ല കിഡു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിന് ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കർ ഒരു കഥാപാത്രമാണ്, അങ്ങനെ ഒരു ജീവിതം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം. പക്ഷെ എനിക്ക് പേഴ്സണലി ബിന്ദു പണിക്കറിന്റെ സ്ക്രീൻ ടൈം കുറവാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതില് മറ്റേ ഷറഫുദ്ദീൻ അച്ഛനൊക്കെയാണ് ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല. എല്ലാ സിനിമയിലും മിക്ക സമയത്തും ഓവർ ആയിട്ടാണ് വരിക. കുറെ പോലെ പലിശക്കാരൻ അല്ലെങ്കിൽ അച്ചായൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് മൂപ്പരുടെ കഥാപാത്രം വരല്. ഇതില് അതേപോലെ തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കഥാപാത്രമാണ് മൂപ്പരുടെ പൊതുവേ ചെയ്തു വരില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇതില് ഇങ്ങനെ വെറുതെ കുറെ ഉറക്കനെ സംസാരിക്കുന്ന ഒരു ആക്ടറാണ്. എനിക്ക് പെർഫോമൻസ് മൂപ്പരുടെ എനിക്ക് അധികം ഇഷ്ടമല്ല. ഇതിലും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിലെടുത്ത് പറഞ്ഞത് VFX വിത്ത് ആർട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിലുള്ള കുറച്ച് സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും ഞാനൊരു ഹോളിവുഡ് പടം കാണുകയാണെന്ന് വരെ തോന്നി പോണ രീതിയിൽ ഇത് ആർട്ട്, പ്രത്യേകിച്ച് അത് ക്ലൈമാക്സിൽ ഭയങ്കര എവിഡന്റ് ആണ്. ഇത് ആർട്ടിന്റെ ക്വാളിറ്റി ഭയങ്കര എവിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ക്വാളിറ്റി സിനിമാറ്റോഗ്രാഫർ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത്, പക്ഷെ ഇതിൽ ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സിനിമ ഭയങ്കര ക്ലീഷേ സ്റ്റോറിയാണ്. ഒരു ഹൊറർ കോമഡി എന്ന് പറഞ്ഞ വരുന്ന സമയത്ത് നമ്മള് പല ഭാഷകളിൽ നമ്മൾ കേട്ട് മടുത്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലീഷേ സാധനം നമുക്ക് ഫീൽ ചെയ്യണില്ല. ഞാൻ ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ക്ലീഷേ സാധനം ഇരുന്നല്ലോ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പക്ഷെ നമ്മൾ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ക്ലീഷേ ഒരു ഫീല് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്. അത് നിങ്ങൾ OTT വന്നിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നുള്ള അറിയില്ല. പക്ഷെ ഇത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷെ ചില സാധനങ്ങൾ മമ്മി പോയി എന്ന് പറഞ്ഞിട്ട് ക്ലൈമാക്സിൽ ഐശ്വര്യലക്ഷ്മിന്റെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് അത് അങ്ങനത്തെ ചില സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഞാൻ പറയല്ലോ, കോമഡീസ് ഒക്കെ കിടലിനായിരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് കുറച്ചും കൂടി സീരിയസ് ആവണമായിരുന്നു. കുറച്ചും കൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇതിന് നമുക്ക് തോന്നണമായിരുന്നു. അങ്ങനെ ഒരു ഗംഭീര പടമായിരുന്നു. അതിനെ ഗംഭീര പടം എല്ലാന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇതിൽ പല ഭാഗങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ അണിയറ പ്രവർത്തകർ വിചാരിച്ച അത്രയോ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും ഇവര് വിചാരിക്കണം അത്ര ക്ലൈമാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി എൻഡിങ് പോലെയാണ് ഒരു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഫീല് കിട്ടുന്നുണ്ട്. അത് സങ്കടം വരുമ്പോഴോ ഫീൽ ഉണ്ട്. പക്ഷെ അവർ വിചാരിച്ച അത്ര ഒരു ഇമ്പാക്ട് ഓഡിയൻസിന് സൃഷ്ടിക്കാൻ സിനിമ ഒന്ന് പൊട്ടിക്കുന്ന പരാജയപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. സംശയമല്ല, പെട്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഹലോ മമ്മീന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഇതിപ്പോ ഈ ഒരു സിനിമ എഴുതിയിട്ട് അവസാനിപ്പിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് 2ാം ഭാഗം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഒരു പരിപാടി പൊതുവെ ഇപ്പൊ കുറച്ചായിട്ട് മലയാളത്തിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് അത്. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയല്ല. അത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇത് കണ്ടിട്ട് ലാസ്റ്റ് ഹലോ മമ്മി 2 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ടൈറ്റിലേ അവർ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ കാണുന്ന സമയത്ത് ഒരു സെക്കൻഡ് പാർട്ട് ഒരു ആവശ്യമുണ്ട് ഈ സിനിമക്ക്. അത് നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. കാരണം കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി തീരണില്ല. ഇത് മറ്റേത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി തീർന്നിട്ട് വെറുതെ ഒരു രസത്തിന് 2ാം ഭാഗം തന്നെ എഴുതി കാണിക്കും. ഇത് അങ്ങനെ ഹിറ്റ് ആയാലോ എന്നുള്ള രീതിയിൽ. ഇത് അങ്ങനെ ഒന്നല്ല. ഇത് ആവശ്യമുള്ള ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് എന്താ പറയാ, ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം കോമഡി ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് വലിച്ചു നീട്ടിയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ചില ഭാഗങ്ങളിലാണ് ആ ഫീൽ വന്നത്. പിന്നെ ആവശ്യം അത് ഇറ്റ്സ് ഫൈൻ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഹൊറർ കോമഡിയാണ്. ഭയങ്കര പ്രേതപടം നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങൾ 100% നിരാശയാവും. പ്രേതം ഉണ്ട്, മനസ്സിലായില്ല, കോമഡി ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇംഗ്ലീഷ് സാധനങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ ഈ ഹോളിവുഡ് ലെവല് ഇല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ കാണുന്ന ഫീൽ വന്നത് ഇത് ആർട്ട് വർക്ക് കണ്ടിട്ടാണ്.
ഇതിത്തെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നല്ല. അതുപോലെ ഇൻസീഡിയസോ കോൺജറിങ്ങോ നണ്ണ് പ്രതീക്ഷിച്ച് നിങ്ങൾ പോരുത്. പിന്നെ പറഞ്ഞ പോലെ ജഗദീഷ് ഉണ്ട് ഇതിൽ, നല്ല പെർഫോമൻസ് ജഗദീഷിന് പ്രത്യേകിച്ച് പെർഫോം ചെയ്യാനുണ്ട് ജഗദീഷിന്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. ഇതിൽ ഞാൻ തീരെ ആക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ക്ലൈമാക്സിലുണ്ട്, അത് നൈസ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുകയായിരുന്നു. പിന്നെ അവസാനം എനിക്ക് ഇതൊക്കെയാണ് പറ്റാത്തത്. മമ്മി പോയി അപ്പൊ മമ്മി എന്തായാലും പോയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു വീഡിയോ നമുക്ക് അപ്പൊ തന്നെ വരുന്നുണ്ട്. അങ്ങനത്തെ ചില സാധനങ്ങൾ മാത്രമേ ഇതിൽ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളൂ. പക്ഷെ ഇതിത്തെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവണമായിരുന്നു. അതും കൂടി അവിടെ നിന്ന് സിനിമ ഗംഭീര പടാണെന്നുള്ള എനിക്ക് പറയുന്നത്. പക്ഷെ ഇതിന്റെ പല സാധനങ്ങളും ഇവർ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഫീലിംഗ് കിട്ടണില്ല. കാരണം ആ സമയത്ത് വരുന്ന BGM ഒക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതേപോലെ ഇമോഷണൽ സോങ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും തോന്നുന്നില്ല ആ സമയത്ത്. കാരണം ആ സോങ്ങേ അവിടെ വേണ്ടിയിരുന്നു. ഒന്നാമതാ ഇതിന് വന്നിട്ട് ചില സോങ്സ് ഒന്നും അവിടെ വേണ്ടേ ഇല്ലായിരുന്നു, മനസ്സിലായില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് സ്ക്രീൻ പ്ലേ ഗംഭീരമാണ്. കാരണം എനിക്ക് പേഴ്സണലി തീരെ ബോറടിച്ചിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് ഇതിന്റെ റൊമാൻസ്, ഐശ്വര്യലക്ഷ്മിനെ ഷർഫുദ്ദീന് പെണ്ണ് കാണാൻ വരുന്ന ഒരു സംഭവം ഒരു കഫേയിൽ വെച്ചിട്ട്. പക്ഷെ അതൊന്നും ബോറടി ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞത്, റൊമാൻസ് ബോറടിക്കില്ല, ക്രിഞ്ച് അല്ലാന്ന്. ഞാൻ അത് വളരെ റയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ 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 റയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് ഞാൻ പറയാം, ഇതിക്ക് തീരെ ബോറടിച്ചില്ല, സത്യം പറയാം. അത് ഒന്നാമത് ഷർഫുദ്ദീന് നല്ല രീതിയിൽ ആ സമയത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം ആ സമയത്ത് കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്ന ഇടയിൽ വരുന്നുണ്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മിയും അഭിനയൊക്കെ അറിയണം നദിയാണല്ലോ. ഇതിലെ ക്യാരക്ടർ അധികം ചെയ്യാനില്ല ക്യാരക്ടറിന്, അതിന്റെ ഒരു പ്രശ്നമാണ്. അതിൽ ഐശ്വര്യലക്ഷ്മിന്റെ പ്രശ്നമല്ല. ഐശ്വര്യലക്ഷ്മി അഭിനയൊക്കെ അറിയണ നടിയാണല്ലോ. വെറുതെ കയറി വന്ന് ഇങ്ങനെ വന്ന് പഴയ ക്യാരക്ടേഴ്സ് ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര പടം ആവേണ്ടതായിരുന്നു. പക്ഷെ ബട്ട് സ്റ്റിൽ നല്ലൊരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമ കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള അറിയില്ല, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കാം. സൈനിങ് ഓഫ്.